ക്രൂശിത വഴിയിലൂടെ 38-ാം ദിനം. നോമ്പിൻ്റെ 38-ാം ദിവസമായ ഇന്ന് നമുക്ക് ഉപവാസത്തെക്കുറിച്ച് ചിന്തിക്കാം. ഉപവാസം എന്നത് ഒരു സഹവാസമാണ്. യേശുവിൻ്റെ പെസഹാരഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും പ്രത്യേകിച്ച് കർത്താവിൻ്റെ പീഡാസകനങ്ങളെക്കുറിച്ച് ആഴമായി ചിന്തിച്ചുകൊണ്ട് അവിടുത്തോട് കൂടുതൽ ചേർന്നിരിക്കുവാനും അവിടുത്തെ കുരിശിനോട് കൂടുതൽ അനുരൂപപ്പെടാനും അങ്ങനെ നമ്മുടെ ജീവിതവും നമ്മുടെ ഹൃദയവും കൂടുതൽ നവീകൃതമാക്കുവാനും ഉപവാസം നമുക്ക് ശക്തി പകരുന്നു. ഉപവാസം എന്നത് ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല, അതിന് മാനസികവും ശാരീരികവും സാമൂഹികവുമായ തലങ്ങളുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തുമാകട്ടെ അത് അവൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാനും അല്ലെങ്കിൽ ആ മാറ്റിവെക്കുന്ന കാര്യത്തിൽ നിന്നും കിട്ടുന്ന തുക അവൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഞാൻ തയ്യാറാകുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ ഉപവാസം അർത്ഥപൂർണ്ണമാകുന്നത്. നമുക്ക് ചുറ്റും ദാരിദ്ര്യം അനുഭവിച്ച് കഴിയുന്നവർ, നീതി നിഷേധിക്കപ്പെട്ടവർ, ജീവിതത്തിൻ്റെ ധൈര്യതയിലാഴ്ന്ന് ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കാത്തവർ, അവരുടെയൊക്കെ പക്ഷം ചേർന്നുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉപവാസത്തെ നമുക്ക് കൂടുതൽ അർത്ഥമുള്ളതാക്കാം. സ്തുതിയായിരിക്കട്ടെ.